എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇതൊരു പേൻ ജീപ്പാണ്, അതായത് കന്നും കൊമ്പും കൊണ്ടുള്ള പേൻ ജീപ്പ്. സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ജീപ്പല്ല. ഇത് പുത്തനോടെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് ഈ ജീപ്പിൻ്റെ പല്ലുകൾ ഒടിഞ്ഞു പോകാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ജീപ്പിന് ബലം കിട്ടും, തന്നെയല്ല അതിനൊരു ചീകുമ്പോൾ ഒരു മയമൊക്കെ കിട്ടും. അങ്ങനെ അതിന് ദീർഘകാലം നമുക്ക് പല്ലൊക്കെ ഒടിയാതെ സൂക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമായി വീഡിയോ കൂടെ പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള ജീപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ പല്ലൊന്നും അകലിയല്ല, നല്ല ഭംഗിയായിട്ട് പേനൊക്കെ ഈരിയെടുക്കാൻ പറ്റും. അതുപോലെ ചില ജീപ്പേൽ ഈര് വരെയും പോരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലെ പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ഇതിൻ്റെ പല്ലേ കൂടെ അകത്തും പുറത്തും ഇങ്ങനെ പല്ലേ കൂടെ പുരട്ടി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് ഇത് കുറേ കാലം ഇതിൻ്റെ പല്ലൊടിയാതെ ബലം കിട്ടാനും അത് അങ്ങോട്ട് മയങ്ങാനും, നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എണ്ണ തേച്ച് വയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ, അതുപോലെ നമുക്ക് തല ചീകുമ്പം ഇത് നല്ല കൂർത്ത അവസ്ഥയിലാണ് അവർ രാഗി വെച്ചേക്കുന്നത്. ഈ വഴിയോരത്തൂടെയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ട് രാഗി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പം ഇങ്ങനത്തെ ചീപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ കുറവാണ്. നേരത്തെയൊക്കെ നമ്മുടെ വഴിയോരങ്ങളിലും പള്ളിമുറ്റത്തുമൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ആ ജോലിയൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ രണ്ട് വശത്തും പല്ലേ കൂടെ എണ്ണ പുരട്ടി വെച്ച് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി വെക്കണം. പിന്നെ ഇത് ഉറുമ്പരിക്കാൻ നോക്കണം. ഒന്നാമത് വെളിച്ചെണ്ണ, പിന്നെ പോരാത്തതിന് ഇതൊരു ജൈവ വസ്തുവല്ലേ, അപ്പോൾ ഉറുമ്പരിച്ച് തിന്നാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പല്ലൊക്കെ ഉറുമ്പരിച്ച് തിന്നും. അപ്പോൾ ഉറുമ്പരിക്കാതെ നോക്കണം. പിന്നെ ഈ എണ്ണ വലിഞ്ഞു കഴിയുമ്പോൾ നമ്മളിതുപോലെ എണ്ണ പിന്നെയും തേച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരാഴ്ചയിലും വെച്ചേച്ച് വേണം നമ്മൾ ഈ ജീപ്പ് ഉപയോഗിക്കാൻ, അല്ല പെട്ടെന്ന് ഇതിൻ്റെ പല്ലൊടിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ബൈ.